ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ഇൻവിസിബിൾ ചെയിനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ലോക്കറ്റ് ഉണ്ടാക്കാം. ലോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അത് നമ്മുടെ മയിൽപ്പീലിയാണ്. മയിൽപ്പീലി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റോ ജ്വല്ലറി മേക്കിങ്ങോ ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ലോക്കറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മയിൽപ്പീലി എടുക്കാം. എന്നിട്ട് അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ മയിൽപ്പീലിയുടെ നടുക്ക് ഭാഗം മാത്രമാണ് നമ്മളിവിടെ ലോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റ് എടുക്കാം. ആ ഷീറ്റിൽ നമുക്ക് ഗം യൂസ് ചെയ്തിട്ട് ഈ മയിൽപ്പീലി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് B7000 എന്ന ഗമ്മാണ്. ഈ ഗം അത്യാവശ്യം നല്ല രീതിയിൽ ഒട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു സ്റ്റോൺ ചെയിനാണ്. ഇപ്പം നമ്മൾ ഈ ഗം തേച്ച് വെച്ച ട്രാൻസ്പാരൻ്റ് ഷീറ്റും കുറച്ച് നേരം നമുക്ക് ഡ്രൈ ആകാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് സ്റ്റോൺ ചെയിൻ ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്റ്റോൺ ചെയിനൊക്കെ നമുക്ക് ഫാൻസി സ്റ്റോറിലും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസും ജ്വല്ലറി മേക്കിങ്ങും ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഷോപ്പിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈനിലും കിട്ടും. അപ്പം നമുക്ക് ഈ ഒരു മയിൽപ്പീലിയുടെ ചുറ്റും ഈ സ്റ്റോൺ ചെയിൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്കിതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ നമുക്കിതൊന്ന് ഇനി ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് എക്സസ് ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ എക്സസ് ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിനി അടുത്തത് വേണ്ടത് ഒരു ഐപ്പിന്നാണ്. ഐപ്പിന് നമുക്ക് ഈ ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമായ ലോക്കറ്റ് അങ്ങനെയുള്ള ചെയിൻസൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ ഐപ്പിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഈ ലോക്കറ്റിൻ്റെ ബാക്കിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വയ്ക്കാം. ഡ്രൈ ആയതിന് ശേഷം നമുക്കൊരു വാക്സ് ഷീറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ പുറകിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നോർമലി വാക്സൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്സ് ഷീറ്റാണ് ഇതിൻ്റെ പുറകിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് ഷോപ്പിൽ കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ ഐപ്പിൻ ഒന്ന് സെക്യൂറായിട്ട് വയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലോക്കറ്റിൻ്റെ ബാക്കൊന്ന് കവറാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്സ് ഷീറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വാക്സ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ഡ്രൈ ആകാൻ വയ്ക്കാം. ഈ ഐപ്പിൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു ഭാഗമുണ്ട്, അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അതിലൂടെയാണ് നമ്മൾ നമ്മുടെ ചെയിന് ലോക്കറ്റിനുള്ളിലോട്ട് കയറ്റുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഡ്രൈ ആകാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം ഇതിലും എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ലോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ലോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ വയറും ജംപ് റിങ്സും അതുപോലെ തന്നെ ഗിയർ ലോക്ക്, ഗോൾഡ് ബീഡ്സ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ആദ്യം നമ്മുടെ ഗിയർ വയർ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നെക്ക് വരെയുള്ള ലെങ്തിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ലോക്കറ്റ് ഇതിലോട്ട് ഇടാം. ഞാനിവിടെ 2 ടൈപ്പ് രീതിയിലാണ് ചെയിൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. ഫസ്റ്റ് ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുക, ചെറിയ ടൈപ്പ് ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലോക്കറ്റ് ഇടാം. അതിനുശേഷം വീണ്ടും ഗോൾഡ് ബീഡ് ഇടാം. അതിനുശേഷം നമുക്ക് 2 സൈഡിലും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. 2 സൈഡിലും ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമുക്ക് പിന്നീട് കളർ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗ്രീനും ഒരു ബ്ലൂ കളറുമാണ് കളർ ബീഡ്സ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ മയിൽപ്പീലിക്ക് ഒന്ന് മാച്ചാകുന്ന ടൈപ്പാണ് ഞാൻ എടുത്ത ബീഡ്സ്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബീഡ്സ് ഇട്ട് കൊടുക്കാം.
ആദ്യം ഗ്രീൻ കളർ ബീഡ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ഗിയർ ലോക്ക് ഇടാം. വീണ്ടും ബ്ലൂ ബീഡ്സ് ഇടാം. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ഇട്ട് പോകാം. നമുക്ക് ആവശ്യമുള്ള ഒരു നമ്പേഴ്സിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 5-6 ബീഡ്സൊക്കെ വരുന്ന ഒരു രീതിയിലാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ആ ഒരു എൻഡിൽ നമുക്ക് 2 സൈഡും ഗിയർ ലോക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ആ ലോക്കറ്റും ബീഡ്സൊക്കെ അവിടെ സെക്യൂറായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ എൻഡിലായിട്ട് ഓരോ ഗിയർ ലോക്ക് വീതം ഇട്ട് കൊടുത്തതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ചെയിൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാദ്യം കുറച്ചുകൂടി വലിയ ഗോൾഡ് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സൈഡും ഓരോ ഗോൾഡ് ബീഡ്സ് വീതം ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോ ഗിയർ ലോക്ക് വീതം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആ ഗിയർ ലോക്കിന് നന്നായിട്ട് പ്ലെയർ യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്ലെയർ യൂസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ലോക്കറ്റ് അവിടെ സെക്യൂറായിട്ട് ഇരിക്കും. അതിനുശേഷം നമുക്ക് കുറച്ച് ലെങ്ത് മാറിയിട്ട് വീണ്ടും ഗിയർ ലോക്കും ഗോൾഡ് ബീഡും ഗിയർ ലോക്കുമായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ 2 സൈഡിലും പ്രസ് ചെയ്ത് കൊടുക്കണം. ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഗോൾഡ് ബീഡ് അവിടെ തന്നെ ഇരിക്കും. അത് മൂവ് ആകാതെ അവിടെ തന്നെ ഇരിക്കും. സോ അതിന് വേണ്ടി നമ്മൾ 2 സൈഡും ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് 2 സൈഡിലും ഏകദേശം ഒരേ ലെങ്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് ഫുൾ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചെയിൻ ഫുള്ള് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിനി നമ്മുടെ ജം റിങ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ എൻഡിലായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ജം റിങ്സും ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ നമുക്ക് കൊളുത്തും ഇട്ട് കൊടുക്കാം. 2 സൈഡിലും നമുക്ക് ഓരോ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ജം റിങ്സ് ഇടാം. അതിനുശേഷം അത് പ്രസ് ചെയ്ത് മാറ്റാം. നമുക്ക് ആ ഒരു കൊളുത്തും ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ജം റിങ്സ്. ഈ ജം റിങ്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഗിയർ ലോക്കിലൂടെ ഗിയർ ലോക്കിൻ്റെ അകത്തൂടെ ജസ്റ്റ് ആ ഒരു ചെയിനിനെ ഒന്ന് മടക്കി അതിൻ്റെ എൻഡൊന്ന് ജസ്റ്റ് മടക്കിയതിന് ശേഷം നമുക്ക് അത് ജസ്റ്റ് അകത്തോട്ട് വലിച്ചതിന് ശേഷം അവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജം റിങ്സ് അവിടെ തന്നെ ഫിക്സ് ആയിട്ടിരിക്കും. അതിനുശേഷം നമുക്ക് കൊളുത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ബാക്കി വരുന്ന ചെയിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ 2 മോഡൽ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചെയിൻസ് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഇൻസ്റ്റ ID കൂടി മെൻഷൻ ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജും അയക്കാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.